കോഴിക്കോട് സോന എന്ന 27-കാരിയുടെ മരണം അത് നാടിനെ ആകെ നടുക്കിയ സംഭവമാണ്. പ്രത്യേകിച്ച് അവർ 7 മാസം ഗർഭിണിയുമായിരുന്നു. അവരുടെ ഭർത്താവ് റിജിൻ വിദേശത്തായിരുന്നു. ഇവർ തമ്മിൽ പ്രണയ വിവാഹമായിരുന്നു. സോഷ്യൽ മീഡിയ സൗഹൃദം പ്രണയത്തിലേക്ക് നയിക്കുകയും പിന്നീട് അത് വിവാഹത്തിലെത്തുകയുമായിരുന്നു. ഈ പെൺകുട്ടിയുടെ വീട്ടുകാർ ആദ്യം ഈ കല്യാണത്തെ എതിർത്തിരുന്നുവെങ്കിലും പിന്നീട് ഈ പെൺകുട്ടിയുടെ സമ്മർദ്ദഫലമായാണ് ഈ കല്യാണം യാഥാർത്ഥ്യമായത്. പെൺകുട്ടിയുടെ അമ്മ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്കൊന്ന് മനസ്സിലാകും. പെൺകുട്ടി ഭർത്തൃ വീട്ടിൽ ഒറ്റപ്പെടൽ അനുഭവിച്ചിരുന്നു, നല്ല രീതിയിൽ ഭക്ഷണം പോലും ലഭിച്ചിരുന്നില്ല എന്ന പരിഭവമുണ്ട്. അതുകൊണ്ട് മകൾ സ്വന്തം വീട്ടിലാണ് നിന്നത് എന്ന കാര്യവും നമ്മൾ ഓർത്തു വെക്കണം, ആലോചിച്ചു വെക്കണം. അടുത്ത മറ്റൊരു കാര്യം, ഈ സംഭവം നടന്ന ദിവസം ഈ പെൺകുട്ടി ഉച്ചയ്ക്ക് 12:30 മുതൽ ഏകദേശം രാത്രി 7:30 വരെയും ഒരു ബന്ധുവീട്ടിലായിരുന്നു. ഇതിനിടയ്ക്ക് ബന്ധുവീട്ടിലെ കുട്ടിയോടൊപ്പം ഈ യുവതി പർച്ചേസ് നടത്താൻ പോകുന്നു, ഷോപ്പിങ്ങിന് പോകുന്നതിനിടയിൽ ബന്ധുവീട്ടിലെ കുട്ടി ചില ഫാൻസി സാധനങ്ങളും മറ്റ് സാധനങ്ങളും വാങ്ങാൻ ഒരു കടയിൽ കയറുമ്പോൾ കുറച്ചു സമയം ഈ യുവതി മിസ്സിംഗ് ആയിരുന്നു. എവിടെയാണ് എന്ന് അറിയുകയുമില്ല. അതിനുശേഷമാണ് പോലീസ് CCTV ദൃശ്യങ്ങളൊക്കെ കണ്ടെത്തുന്നതും ഇവർ പെട്രോള് വാങ്ങുന്ന വിവരം അല്ലെങ്കിൽ വാങ്ങി മടങ്ങിപ്പോകുന്ന ദൃശ്യങ്ങൾ പുറത്ത് വരുന്നതും. ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടതെന്താണ്, ഞാൻ ഈ സംഭവം നടന്ന ആദ്യ ദിവസങ്ങളിൽ തന്നെ നിങ്ങളുമായി സംവദിച്ചിരുന്നു. ഇതിൽ ദുരൂഹതയുണ്ട്. ഫോറൻസിക്കിന്റെ കൃത്യമായ പരിശോധനാ ഫലം വന്നതിന് ശേഷമേ ഇതെന്താണ്, ഇത് ആസൂത്രിതമായ സംഭവമാണോ അതോ ഇത് വെറും ഒരു ആക്സിഡന്റ് മാത്രമാണോ എന്ന് മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. ആദ്യമേ തന്നെ പറഞ്ഞിരുന്നു. കഴിഞ്ഞ ദിവസവും ഞാൻ പറഞ്ഞു, ഇത് ആത്മഹത്യയും കൊലപാതക ശ്രമവുമാണ് എന്നതാണ് ഫൈൻഡിങ്. എന്നേ ഫൈൻഡിങ് വരികയുള്ളൂ എന്നും ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത്. ഇതിന്റെ സാഹചര്യ തെളിവുകളുടെ പശ്ചാത്തലത്തിലാണ് ഞാൻ ഈ കാര്യം പറഞ്ഞത്. ഇന്നിപ്പോൾ അത് വ്യക്തമായിരിക്കുന്നു. എന്താണ്, പുറകിൽ നിന്നാണ് തീ പിടിച്ചത്. വാഹനത്തിന്റെ ഉള്ളിലെ മറ്റ് യന്ത്ര തകരാറോ അതുപോലെ തന്നെ ഈ ഇന്ധന ടാങ്കിനോ AC-യുടെ കണക്ഷനോ അതുപോലെ തന്നെ എൻജിൻ ബോക്സിനോ ഒന്നും തന്നെ യാതൊരു തകരാറുകളുമില്ല. അവിടെ നിന്ന് ഷോർട്ട് സർക്യൂട്ട് ഉണ്ടായി. സാധാരണഗതിയിൽ ഉണ്ടാകുന്നത് പോലുള്ള ഒരു ആക്സിഡന്റ് അല്ല ഇത് ആസൂത്രിതമാണ് എന്ന ഒന്നാമത്തെ ഫൈൻഡിംഗ് ആണ് പുറത്തു വരുന്നത്. 2, ഈ പരുക്കേറ്റ് ആശുപത്രിയിൽ കിടക്കുന്ന ഗുരുതരം 65% പൊള്ളലേറ്റ് ആശുപത്രിയിൽ കിടക്കുന്ന റജിന്റെ മൊഴിയാണ്. അയാളുടെ പുറകുവശത്താണ് കൂടുതൽ പൊള്ളലേറ്റിട്ടുള്ളത്. തലയുടെ പിൻഭാഗത്തും മുതുകത്തുമാണ് പൊള്ളലേറ്റിട്ടുള്ളത്. നെഞ്ചിന്റെ ഭാഗത്തും മുഖത്തും പൊള്ളലേറ്റിട്ടുണ്ട്. ആന്തരിക അവയവങ്ങൾക്കും ഇതുമൂലം വലിയ ഗുരുതരമായ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് മെഡിക്കൽ റിപ്പോർട്ട് പറയുന്നുണ്ട്. ഇയാൾ നൽകിയ മൊഴിയനുസരിച്ചാണെങ്കിൽ ഇയാൾ കാറിനകത്ത് പെട്രോളിന്റെ മണമുണ്ട് എന്ന് ഭാര്യയോട് പറഞ്ഞ് വീണ്ടും മുന്നിലേക്ക് നോക്കുന്നതിനിടയിലാണ് ഈ തീ ആളിക്കത്തുന്നത് എന്നാണ് ഇദ്ദേഹത്തിന്റെ മൊഴി. അപ്പൊ പിന്നിൽ നിന്നാണ് തീ കത്തിയിരിക്കുന്നത്. അപ്പോൾ ഒരു പക്ഷേയെങ്കിൽ ഈ പെൺകുട്ടിക്ക് ഈ ഭർത്താവിനെ കുറിച്ച് ധാരാളം സംശയങ്ങളുണ്ടായിരുന്നു. ഇയാൾക്ക് വേറെ സ്ത്രീകളുമായി ഇല്ലീഗൽ കണക്ഷൻ ഉണ്ട് എന്നൊരു സംശയമുണ്ടായിരുന്നു. അതുപോലെ മറ്റ് ഈ പെൺകുട്ടിയോട് ഇയാൾ നീതി പുലർത്തുന്നില്ല, ദാമ്പത്യ ജീവിതം ഭദ്രമല്ല എന്ന തരത്തിലുള്ള ചിന്താഗതിയും ഈ പെൺകുട്ടിയെ വേട്ടയാടിയിരുന്നുവെന്ന് ഈ പെൺകുട്ടി തന്റെ ബന്ധുക്കളോട് പറഞ്ഞിട്ടുണ്ട്. ഇതിൽ എത്രമാത്രം വാസ്തവമുണ്ടെന്ന് നമുക്കറിയില്ല. അതൊരുപക്ഷെ പെൺകുട്ടിയുടെ ആശങ്കകൾ മാത്രമാകാം. അല്ലെങ്കിൽ ഇനി റജിന്റെയൊക്കെ ഫോണൊക്കെ പോലീസിന്റെയും ഫോറൻസിക്കിന്റെയും കൈ പരിശോധനയ്ക്ക് വിധേയമാക്കും. അപ്പോൾ മറ്റെന്തെങ്കിലും ബന്ധമുണ്ടെങ്കിൽ അങ്ങനെ ബന്ധമുണ്ട് എന്ന് തിരിച്ചറിഞ്ഞതിന് ശേഷമാകാം ഇങ്ങനെ ഒരു കടുങ്കയിലേക്ക് ഈ യുവതി എത്തുന്നതെന്ന് നമുക്ക് അനുമാനിക്കേണ്ടി വരും. എന്നാൽ സംഭവിച്ചിരിക്കുന്നത്, ഈ ഷോപ്പിങ്ങിന് പോകുന്ന അവസരത്തിൽ സോന പോയി അടുത്തുള്ള പെട്രോൾ പമ്പിൽ പോയി പെട്രോൾ പമ്പിന് സമീപത്തെ കടയിൽ നിന്ന് കന്നാസ് വാങ്ങി തൊട്ടടുത്തുള്ള പെട്രോൾ പമ്പിൽ നിന്ന് ഭാരത് പെട്രോളിയത്തിന്റെ പെട്രോൾ പമ്പിൽ നിന്ന് പെട്രോള് വാങ്ങി അത് ഹാൻഡ് ബാഗിൽ ഒളിപ്പിച്ചിട്ടാണ് ബന്ധുവീട്ടിലേക്ക് പോകുന്നതും പിന്നീട് കാറിലേക്ക് കയറുന്നതും. ആശുപത്രിയിൽ നിന്ന് ഗർഭസംബന്ധമായ പ്രശ്നങ്ങൾക്ക് ഡോക്ടറെ കണ്ട് മടങ്ങി വരുന്ന വഴിയിൽ ഒരു പക്ഷേയെങ്കിൽ ഭാര്യയും ഭർത്താവും തമ്മിൽ, സോനയും റിജിനും തമ്മിൽ എന്തെങ്കിലും വാക്കുതർക്കങ്ങൾ ഉണ്ടായിരിക്കാം. അല്ലെങ്കിൽ ഈ സംശയവും എല്ലാം ദേഷ്യമായി കൂടുകയും ഇനി ഞാനും വേണ്ട നീയും വേണ്ട എന്ന തരത്തിൽ പെട്രോളിലേക്ക് തീ ഇടുകയോ എന്തെങ്കിലും ചെയ്തതായിരിക്കാം എന്നാണ് ഇപ്പോൾ വരുന്നത്. കാരണം ഒരു കന്നാസിന്റെ അവശിഷ്ടങ്ങൾ, അതുപോലെ കന്നാസിന്റെ അടപ്പ്, ഇതൊക്കെ തന്നെ കാറിനുള്ളിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട് എന്നത് ഞെട്ടിക്കുന്നതാണ്. ഇങ്ങനെ ഒരു സംഭവം കേരളത്തിൽ ഇത് ആദ്യമായാണ് നടക്കുന്നത്. കാരണം കാറ് ഓടിക്കൊണ്ടിരിക്കുന്ന കാറ് കത്തുമെന്നൊക്കെ നമുക്കറിയാം, കത്തുന്ന വാർത്തകളും വന്നിട്ടുണ്ട്. ഇത്തരം വാർത്തകൾ പോലും വളരെ സസൂക്ഷ്മം നിരീക്ഷിച്ചിട്ട് കാറിനുള്ളിൽ വെച്ച് ഭർത്താവിനെ അപായപ്പെടുത്താം അല്ലെങ്കിൽ സ്വയം ആത്മാഹുതി ചെയ്യാം എന്നൊരു ചിന്തയിലേക്ക് സോന എത്തിയിരിക്കാം, അല്ലെങ്കിൽ അങ്ങനെ തന്നെ ആണ് സംഭവിച്ചത് എന്നുള്ള
തെളിവുകളും അതുപോലെ തന്നെ പരിശോധനാ ഫലങ്ങളുമാണ് പുറത്തു വരുന്നത്. ഏതായാലും ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കപ്പെടാതിരിക്കട്ടെ. ഇതിനൊക്കെ ഉള്ള മാർഗമെന്ന് പറഞ്ഞാൽ നേരെ കൗൺസിലിങ്ങിന് പോവുക, അല്ലെങ്കിൽ ഒരു ലോയറെ കണ്ട് ഡൈവോഴ്സ് വാങ്ങാം, കൗൺസിലിങ്ങിന് പോയിട്ട് കൃത്യമായ കാര്യങ്ങൾ പറയാം, അല്ലെങ്കിൽ എന്തിന് പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഇങ്ങനെ ഭർത്താവിന് സംശയമുണ്ടെന്ന് പോലീസിൽ പരാതി കൊടുക്കാം. ഇങ്ങനെ ഒരുപാട് സാധ്യതകൾ നിലവിലുള്ള കേരളം പോലുള്ള സാക്ഷര സംസ്ഥാനത്ത് ഇത്തരം ദുരന്തങ്ങൾ, ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കട്ടെ എന്ന് നമുക്ക് ആശിക്കാം.